ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് പൊതുവിപണിയിൽ നടത്തുന്ന ഇടപെടലിന്റെ ഭാഗമായി മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് റോയി കപ്പലുമാക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം കാഞ്ഞിരപ്പള്ളി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷമീർ വി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ്. കാരണം കേരളത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ സഹകരണ വകുപ്പിന്റെ കീഴിൽ ഓണച്ചന്തകൾ ആരംഭിച്ചു കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ തന്നെ ഓണച്ചന്തകൾ ആരംഭിച്ചു. നമ്മൾ വിവിധ സ്ഥലങ്ങളിലെ ഓണച്ചന്തകൾ കണ്ടിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇതുപോലെ മനോഹരമായ ഒരു സദസ്സ് ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്കിന്റെ സമിതികളിലെ ജീവനക്കാരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങളോട് ഇവിടെ വന്നിരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഒരു അധിക പ്രസംഗമായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും സഹകരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ സഹകാരികളെ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എന്ന നിലയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സഹകരണ വകുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സഹകരണ പ്രസ്ഥാനത്തെ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും നന്നായിട്ട് സഹകരണ പ്രസ്ഥാനം വേരൂന്നിയ സ്ഥലമാണ് കേരളം. ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ കൂടിയുള്ള സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒപ്പമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മാറുന്നത്. ഈ സഹകരണ പ്രസ്ഥാനം കൊണ്ട് ആർക്കാണ് പ്രയോജനം ഉണ്ടായത്? നമ്മുടെ ഇതര സ്റ്റേറ്റുകളിൽ ടാറ്റ, ബിർള, അദാനി, അംബാനി എന്നുള്ള പേരുകളൊക്കെ പറയുമ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ് ഇവിടുത്തെ അദാനിയും അംബാനിയും ബിർളയും ഒക്കെ. കാരണം 1.5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ നിക്ഷേപമുള്ള കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രസ്ഥാനം. ഈ പണം ആർക്കാണ് നൽകുന്നത്? ഈ പണം നൽകുന്നത് ഇവിടുത്തെ സാധാരണക്കാരനാണ് നൽകുന്നത്. ഇവിടുത്തെ സാധാരണക്കാരൻ ഓടി വന്ന് വായ്പ എടുക്കുന്നത്, സാധാരണക്കാരൻ GDC സർവൈസ് നടത്തുന്നത്. വൻകിടക്കാരനല്ല ഈ സഹകരണ പ്രസ്ഥാനത്തെ സമീപിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരൻ കർഷകരാണ്. മുണ്ടക്കയം കുട്ടിക്കൽ പഞ്ചായത്തുകളിലെ മികച്ച കർഷകരെയും യോഗത്തിൽ ആദരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് MM അൻസാരി മഠത്തിൽ, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരായ B വേണു, CS സിമി, N ബിന്ദു, ഭരണസമിതി അംഗങ്ങളായ AV ചാക്കോ, TS സെയ്ദ് മുഹമ്മദ്, ആൻസമ്മ അഗസ്റ്റിൻ, ഡോക്ടർ NS ഷാജി, ബെന്നി ചേറ്റുകുഴി, ബിന്ദു ജോബിൻ, റജി വാരിമറ്റം, അബ്ദു ആലസമ്പാട്ടിൽ, നെബിൻ K തോമസ്, രഞ്ജിത്ത് ഹരിദാസ്, സാറമ്മ സുബീർ, ബാങ്ക് സെക്രട്ടറി മിനുമോൾ ബേബി, അസിസ്റ്റന്റ് സെക്രട്ടറി ഷിബിമോൾ C കുര്യൻ, സഹകാരികൾ, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു.